ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 4 ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് എന്നതിലെ ലാസ്റ്റ് ചാപ്റ്റർ എ ഡേ ഇൻ ദ കൺട്രി എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഫേമസ് റഷ്യൻ റൈറ്റർ ആൻഡൺ ചെക്കോവ്. എ ഡേ ഇൻ ദ കൺട്രി. കൺട്രി മീൻസ് രാജ്യം. അപ്പോൾ രാജ്യത്ത് ഒരു ദിവസം എന്നാണ് ഈ ടൈറ്റിൽ മീൻ ചെയ്യുന്നത്. നേച്ചർ ഹാസ് ഓൾവേസ് ബീൻ എ മോട്ടിവേറ്റർ, ഗൈഡ്, ടീച്ചർ ആൻഡ് മെൻറ്റർ ഫോർ മാൻ. റീഡ് എ സ്റ്റോറി അബൌട്ട് ഹൗ നേച്ചർ ഇൻഫ്ലുവൻസസ് മാൻ. പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന് ഒരു മോട്ടിവേറ്റർ, നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഗൈഡ്, മെൻറ്റർ ഒക്കെയാണ്. ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. ഈ സ്റ്റോറി വായിച്ചിട്ട് പ്രകൃതി എങ്ങനെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ബിറ്റ്വീൻ 8 and 9 o'clock ഇൻ ദ മോർണിംഗ്, രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയിലെ സമയം, എ ഡാർക്ക് ലെഡൻ കളേർഡ് മാസ് ഈസ് ക്രീപ്പിംഗ് ഓവർ ദ സ്കൈ ടുവാർഡ്സ് ദ സൺ. ആകാശത്ത് കറുത്ത നിറമുള്ള എന്തോ ഒരു വസ്തു ആകാശത്തിനു മീതെ സൂര്യന് നേരെ പോകുന്നു. ദർ ഈസ് എ സൗണ്ട് ഓഫ് ഫാർ അവേ ട്രംബ്ലിംഗ്. അങ്ങ് ദൂരെ ഒരു മുഴക്കം കേൾക്കുന്നുണ്ട്. റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മുഴക്കം. എ വാം വിൻഡ് ഫ്രോളിക്സ് ഓവർ ദി ഗ്രാസ്, ബെൻസ് ദ ട്രീസ് ആൻഡ് സ്റ്റിർസ് അപ്പ് ദ ഡസ്റ്റ്. ഒരു ചൂടുള്ള കാറ്റ് വന്നിട്ട് പുല്ലുകൾക്ക് മീതയിലൂടെ വീശി. ഫ്രോളിക്സ് എന്ന് പറഞ്ഞാൽ വീശി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ട്രീസ് എല്ലാം ബെൻഡ്, വളഞ്ഞ രീതിയിലാക്കി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൊടികളെല്ലാം ഒന്ന് ഇളക്കി മറിച്ചു പോയി. ഇൻ എ മിനിറ്റ് ദർ വിൽ ബി റെയിൻ ആൻഡ് എ റിഗൽ സ്റ്റോം വിൽ ബിഗിൻ. ഒരു മിനിറ്റിൽ തന്നെ അവിടെ നന്നായിട്ട് മഴ പെയ്യുകയും ഒരു കൊടുങ്കാറ്റ് വീശുകയും ചെയ്യും. അതായത് നല്ല മഴ വരാൻ പോവുകയാണ് എന്നുള്ളൊരു സൂചനയാണ് തന്നത്. ഫിയോക്ല, എ ലിറ്റിൽ ഗേൾ ഓഫ് 6, ഈസ് റണ്ണിങ് ത്രൂ ദ വില്ലേജ് ലുക്കിംഗ് ഫോർ ദ ടെറൻറ്റി എ കോബ്ലർ. ഫിയോക്ല എന്ന് പറയുന്നതാണ് നമ്മളെ ഈ ചാപ്റ്ററിലെ ഒരു ക്യാരക്ടർ. എ ഗേൾ ഓഫ് 6, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഫിയോക്ല. അവൾ എന്താ ചെയ്യുന്നത്? റണ്ണിങ് ത്രൂ ദ വില്ലേജ് ലുക്കിംഗ് ഫോർ ടെറൻറ്റി ദ കോബ്ലർ. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്യാരക്ടർ ടെറൻറ്റി എന്ന് പറയുന്ന ഒരു കോബ്ലർ. കോബ്ലർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി. അപ്പോൾ ഈ ഫിയോക്ല കോബ്ലറിനെ തെരഞ്ഞ് ഈ ടെറൻറ്റി എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയെ അന്വേഷിച്ച് ഗ്രാമം മുഴുവൻ ഓടുകയാണ്. ദ വൈറ്റ് ഹെയർഡ് ബെയർ ഫുട്ട് ചൈൽഡ് ഈസ് പെയിൽ, ഹെർ ഐസ് ആർ വൈഡ് ഓപ്പൺ, ഹെർ ലിപ്സ് ആർ ട്രംബ്ലിംഗ്. ഇവിടെ പറയുന്നത് ഈ ഫിയോക്ല എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഒരു അപ്പിയറൻസ്, ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ്? ദ വൈറ്റ് ഹെയർഡ്, അവളുടെ മുടി വെളുത്ത നിറമുള്ളതാണ്. ബെയർ ഫുട്ട്, അവൾ ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ല. ചൈൽഡ് ഈസ് പെയിൽ, അവളുടെ മുഖമൊക്കെ വിളറിയിരിക്കുന്നുണ്ട്. ഹെർ ഐസ് ആർ വൈഡ് ഓപ്പൺ, അവളുടേത് വിടർന്ന കണ്ണുകളാണ്. ആൻഡ് ഹെർ ലിപ്സ് ആർ ട്രംബ്ലിംഗ്, അവളുടെ ലിപ്സ്, ചുണ്ടുകളെല്ലാം ട്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ട്. അങ്കിൾ വേർ ഈസ് ടെറൻറ്റി, ഷീ ആസ്ക്സ് എവരി വൺ ഷീ മീറ്റ്. അവൾ കാണുന്നവരോടെല്ലാം ചോദിക്കുകയാണ്, അങ്കിൾ എവിടെ ടെറൻറ്റി എന്ന് അറിയുമോ, ടെറൻറ്റി അങ്കിളിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ വൺ ആൻസേഴ്സ്, ഒരാളും മറുപടി പറയുന്നില്ല. ദേ ആർ ഓൾ പ്രീ ഓക്യുപ്പൈഡ് വിത്ത് ദ അപ്രോച്ചിങ് സ്റ്റോം ആൻഡ് ടേക്ക് റെഫ്യൂജ് ഇൻ ദെയർ ഹട്ട്സ്. അവരെല്ലാം നല്ല കാറ്റും മഴയും വരുന്നുണ്ടല്ലേ, അപ്പോൾ ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും അവരുടെ കുടിലിനകത്ത് അഭയം പ്രാപിക്കാനുള്ള ഒരു തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ആരും ഇവളുടെ ചോദ്യത്തിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അറ്റ് ലാസ്റ്റ് ഷീ മീറ്റ്സ് ടെറൻറ്റീസ് ബോസം ഫ്രണ്ട്. അങ്ങനെ അവസാനം അവൾ ടെറൻറ്റി എന്ന് പറയുന്ന കോബ്ലറിൻ്റെ ബോസം, ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്കിൾ വേർ ഈസ് ടെറൻറ്റി. എന്നിട്ട് ഈ കോബ്ലറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ചോദിക്കുകയാണ്, അങ്കിൾ വേർ ഈസ് ടെറൻറ്റി, ടെറൻറ്റി അങ്കിൾ എവിടെ? അറ്റ് ദ കിച്ചൺ ഗാർഡൻസ് ആൻസേഴ്സ് ഹി. എന്നിട്ട് അയാൾ മറുപടി പറയുന്നുണ്ട്, എന്ത്? അറ്റ് ദ കിച്ചൺ ഗാർഡൻസ്. ടെറൻറ്റി അങ്കിൾ കിച്ചൺ ഗാർഡൻസിലുണ്ടല്ലേ, അടുക്കളത്തോട്ടത്തിലുണ്ട്. ദ ഗേൾ റൺസ് ബിഹൈൻഡ് ദ ഹട്ട്സ് ടു ദ കിച്ചൺ ഗാർഡൻസ് ആൻഡ് ദർ ഫൈൻസ് ടെറൻറ്റി. അങ്ങനെ ഈ ഗേൾ പെട്ടെന്ന് തന്നെ വീടിന് പുറകുവശത്തെ കിച്ചൺ ഗാർഡൻസിൽ പോയി. അവിടെ ടെറൻറ്റി അങ്കിൾ നിൽക്കുന്നുണ്ട്. ദ ടോൾ ഓൾഡ് മാൻ വിത്ത് തിൻ പോക്ക് മാർക്ക്ഡ് ഫേസ്, വെരി ലോങ് ലെഗ്സ് ആൻഡ് ബെയർ ഫീറ്റ്, ഡ്രസ്ഡ് ഇൻ എ വുമൻസ് ടാറ്റേർഡ് ജാക്കറ്റ്, ഈസ് സ്റ്റാൻഡിങ് നിയർ ദ വെജിറ്റബിൾ പ്ലോട്ട്സ്, ലുക്കിംഗ് വിത്ത് ഡ്രൗസി ഐസ് അറ്റ് ദ ഡാർക്ക് സ്റ്റോം ക്ലൗഡ്. ഈ ടെറൻറ്റി എന്ന് പറയുന്ന ഈ കോബ്ലർ എങ്ങനെയുള്ള ആളാണ്? ദ ടോൾ ഓൾഡ് മാൻ, വളരെ നീളമുള്ള ടോൾ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾഡ്, കുറച്ച് പ്രായമേറിയ ആളാണ്. വിത്ത് എ തിൻ പോക്ക് മാർക്ക്ഡ് ഫേസ്, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു മുറിവിൻ്റെ പാടുണ്ട്. വെരി ലോങ് ലെഗ്സ്, വളരെ നീളമുള്ള കാലുകളാണ്. ആൻഡ് ബെയർ ഫീറ്റ്, അദ്ദേഹവും ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ല.
ഡ്രസ്ഡ് ഇൻ എ വുമൺസ് ടാറ്റേർഡ് ജാക്കറ്റ്. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കീറിപ്പറഞ്ഞ ജാക്കറ്റ്. ടാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒരു കീറിപ്പറഞ്ഞ. ലുക്കിംഗ് വിത്ത് ഡ്രൗസി ഐസ് അറ്റ് ദ ഡാർക്ക് സ്റ്റോം ക്ലൗഡ്. അദ്ദേഹം ഈ മഴ വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ക്ഷീണിതമായ കണ്ണുകൾ കൊണ്ട് ഈ ക്ലൗഡ്സിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഓൺ ഹിസ് ലോങ് ക്രെയിൻ ലൈക്ക് ലെഗ്സ് ഹി സ്വേസ് ഇൻ ദ വിൻഡ്. അദ്ദേഹത്തിൻ്റെ ആ നീളമുള്ള കാലായതിനാൽ കാറ്റടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം സ്വേസ് ആടുന്നുണ്ട്. അങ്കിൾ ടെറൻറ്റി ദ വൈറ്റ് ഹെഡഡ് ഗേൾ അഡ്രസ്സസ് ഹിം. അങ്കിൾ ഡാർലിംഗ്, അങ്കിൾ ടെറൻറ്റി എന്നീ നമ്മുടെ ഫിയോക്ല വിളിക്കുകയാണല്ലേ. വൈറ്റ് ഹെയർഡും വെളുത്ത നിറമുള്ള മുടിയുള്ള ഈ ഫിയോക്ല എന്ന് പറയുന്ന ഈ കുട്ടി അങ്കിൾ ടെറൻറ്റി എന്ന് കണ്ടപ്പോൾ അങ്കിൾ ടെറൻറ്റിയെ വിളിക്കുകയാണ്. പിന്നീട് എന്താ വിളിക്കുന്നത്? അങ്കിൾ ഡാർലിംഗ്, പ്രിയപ്പെട്ട അങ്കിളെ. ടെറൻറ്റി ബെൻസ് ഡൗൺ ടു ഫിയോക്ല. ഈ ടെറൻറ്റി എന്ന് പറയുന്ന കോബ്ലർ നല്ല നീളമുള്ള ആളാണല്ലേ. ഫിയോക്ല എന്ന് പറയുന്നത് ചെറിയൊരു കുട്ടിയല്ലേ. അപ്പോൾ ഈ ടെറൻറ്റിയെ തല കുനിഞ്ഞ് ഫിയോക്ലക്ക് നേരെ തിരിഞ്ഞു. ആൻഡ് ഹിസ് ഗ്രീൻ ഫേസ് ഈസ് ഓവർ സ്പ്രെഡ് വിത്ത് എ സ്മൈൽ. എന്നിട്ട് അവൾക്ക് നേരെ നോക്കിയിട്ട് ഒരു ചിരിച്ചു. സ്മൈൽ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചു. സച്ച് ആസ് കം ഇൻ ടു പീപ്പിൾസ് ഫേസ് വെൻ ദേ ലുക്ക് അറ്റ് സംതിങ് ലിറ്റിൽ ഫൂളിഷ് ആൻഡ് അബ്സേർഡ് ബട്ട് വാംലി ലവ്ഡ്. ആ ചിരി എങ്ങനെയുള്ളതായിരുന്നു? നമ്മൾ എന്തെങ്കിലും കുട്ടികളൊക്കെ ചെറിയ അബദ്ധം അല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്നേഹത്തോടെയുള്ള ഒരു രീതിയിൽ നോക്കൂല നമ്മളവരെ. ആ രീതിയിലാണ് അങ്കിൾ ടെറൻറ്റി നമ്മുടെ ഈ ഫിയോക്ല എന്ന് പറയുന്ന ഗേളിനെ നോക്കിയത്. ഫിയോക്ല, ഹി സേസ് ലിപ്സിങ് ടെൻഡർലി, വെർ ഹാവ് യു കം ഫ്രം. അപ്പോൾ അങ്കിൾ ടെറൻറ്റി എന്ന് വിളിച്ചത് കണ്ടിട്ട് ടെറൻറ്റി റിപ്ലൈ കൊടുക്കുകയാണ്. ഫിയോക്ല, വേർ ആർ യു കമ്മിങ് ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്? അങ്കിൾ ടെറൻറ്റി സേസ് ഫിയോക്ല വിത്ത് എ സോബ്. സോബ് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരയുക. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ്, ബ്രദർ ഡാനിൽക്ക ഹാസ് ഹാഡ് ആൻ ആക്സിഡൻറ്റ്, കം അലോങ്. ബ്രദർ ഡാനിൽക്കയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ആരാണ് ഈ ബ്രദർ ഡാനിൽക്ക? ഈ വന്നിട്ടുള്ള ഫിയോക്ല എന്ന് പറയുന്ന ഈ ഗേളിൻ്റെ സഹോദരൻ ബ്രദറാണ് ബ്രദർ ഡാനിൽക്ക. അപ്പോൾ അവനൊരു ആക്സിഡൻറ്റ് പറ്റി എന്നാണ് പറയുന്നത്. വാട്ട് സോർട്ട് ഓഫ് ആക്സിഡൻറ്റ്? ഓ വാട്ട് തണ്ടർ, ഹോളി, വാട്ട് സോർട്ട് ഓഫ് ആക്സിഡൻറ്റ്? അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കോബ്ലർ ടെറൻറ്റി ചോദിക്കുകയാണ്, എന്ത് ആക്സിഡൻ്റാണ് സംഭവിച്ചത്? ഇൻ ദ കൗണ്ട്സ് കോപ്സ് ഡാനിൽക്ക സ്റ്റക്ക് ഹിസ് ഹാൻഡ് ഇൻ ടു എ ഹോൾ ഇൻ എ ട്രീ ആൻഡ് ഹി ക്യാൻ ഗെറ്റ് ഇറ്റ് ഔട്ട്. എന്താണ് പ്രശ്നം? ഡാനിൽക്ക കൗണ്ട് കോപ്സ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ പൊത്തിനുള്ളിൽ കൈയിട്ടു. ആൻഡ് അവൻ ആ കൈ എടുക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കൈ ആ ഒരു ഹോളിനുള്ളിൽ സ്റ്റക്കായിപ്പോയി. കം അലോങ് അങ്കിൾ, ഡു ബി കൈൻഡ് ആൻഡ് പുൾ ഹിസ് ഹാൻഡ് ഔട്ട്. അങ്കിളിനോട് പറയാണ്, അങ്കിൾ എൻ്റെ കൂടെ വരണം, ദയവ് കാണിച്ചിട്ട് അവൻ്റെ കൈ പുറത്തേക്കെടുത്ത് തരണം. അപ്പോൾ ഫിയോക്ല എന്തിനാണ് അങ്കിൾ ടെറൻറ്റിയുടെ അടുത്ത് വന്നിട്ടുള്ളത്? ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണല്ലേ. തൻ്റെ ബ്രദറായിട്ടുള്ള ഡാനിൽക്കയുടെ കൈ ഒരു മരത്തിൻ്റെ പൊത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കൈ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ്, ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ടാണ് ഫിയോക്ല ഇവിടേക്ക് വന്നത്. ഹൗ വാസ് ഇറ്റ് ഹി പുട്ട് ഹിസ് ഹാൻഡ് ഇൻ, വാട്ട് ഫോർ? എങ്ങനെയാണ് അവൻ്റെ കൈ അതിനുള്ളിൽ പെട്ടത്? എന്ത് കാര്യത്തിനാണ് അവൻ അതിനുള്ളിൽ കൈ ഇട്ടത്? ഹി വാണ്ടഡ് ടു ഗെറ്റ് എ കുക്കൂസ് എഗ് ഔട്ട് ഓഫ് ദി ഹോൾ ഫോർ മീ. അവൻ എനിക്ക് ഒരു കുക്കൂസ് എഗ്ഗ്, കുയിലിൻ്റെ ഒരു മുട്ട എടുത്തു തരാൻ വേണ്ടിയിട്ടാണ് ആ മരത്തിനുള്ളിലേക്ക് കൈയിട്ടത്. ദ ഡേ ഹാസ് ഹാർഡ്ലി ബിഗൺ ആൻഡ് ഓൾറെഡി യു ആർ ഇൻ ട്രബിൾ. ടെറൻറ്റി ഷുക്ക് ഹിസ് ഹെഡ്. അപ്പോൾ ടെറൻറ്റി എന്താ പറയുന്നത്? ഡേ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ, അപ്പോഴേക്കും നിങ്ങൾ ഓരോ പ്രശ്നത്തിൽ ആണ്. ടെറൻറ്റി ഇതും പറഞ്ഞിട്ട് തല ആട്ടുകയാണല്ലേ. രാവിലെ നേരം 7 മണിക്കും 8 മണിക്കും ഇടയിലല്ലേ, അപ്പോഴേക്കും രാവിലെ നേരം വെളുത്തപ്പോഴേക്കും നിങ്ങൾ പ്രശ്നത്തിലെത്തിയല്ലോ എന്നാണ് പറഞ്ഞത്. ടെറൻറ്റി കംസ് ഔട്ട് ഓഫ് ദി കിച്ചൺ ഗാർഡൻ ആൻഡ് ബെഗിൻസ് സ്ട്രൈഡിങ് ഡൗൺ ദ വില്ലേജ് സ്ട്രീറ്റ്. ടെറൻറ്റി ഈ കിച്ചൺ ഗാർഡനിൽ നിന്ന് പുറത്തോട്ട് വന്നു. വില്ലേജിലൂടെ നടക്കാൻ തുടങ്ങി. സ്ട്രൈഡിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. ഹി വാക്സ് ക്വിക്ലി വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഓർ ലുക്കിംഗ് ഫ്രം സൈഡ് ടു സൈഡ്. അദ്ദേഹം നിർത്താതെ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ല അല്ലേ, നേരെ സ്പീഡിൽ നടന്നു പോവുകയാണ്. ഫിയോക്ല ക്യാൻ ഹാർഡ്ലി കീപ്പ് അപ്പ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ ഈ സ്പീഡ് കാരണം ഫിയോക്ലക്ക് അദ്ദേഹത്തിനൊപ്പം എത്താൻ പറ്റുന്നില്ല. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഫിയോക്ല അദ്ദേഹത്തിനൊപ്പം നടന്ന് പോകുന്നത്. ദ ക്ലൗഡ്സ് ഹാവ് ബൈ നൗ കവേർഡ് ബൈ ദി സൺ ആൻഡ് സൂൺ ആഫ്റ്റർവാർഡ്സ് ദർ ഈസ് നോട്ട് എ സ്പെക്ക് ഓഫ് ബ്ലൂ ലെഫ്റ്റ് ഇൻ ദ സ്കൈ. അപ്പോഴേക്കും ഈ സൂര്യനെയെല്ലാം ആകാശം ക്ലൗഡ്സ് കവർ ചെയ്തു. പിന്നെ ആകാശത്ത് ഒരു തരി ബ്ലൂ നിറം പോലും കാണാനില്ല. എ സ്പെക്ക് ഓഫ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു അംശം ബ്ലൂ കളർ പോലും ആകാശത്ത് കാണുന്നില്ല. ഇറ്റ് ഗ്രോസ് ഡാർക്ക്. നന്നായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങിയല്ലേ. അതായത് ഇപ്പോൾ മഴ പെയ്യും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ആകാശം നിൽക്കുന്നത്. ഹോളി 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 വിസ്പേഴ്സ് ഫിയോക്ല
ഹറിയിങ് ആഫ്റ്റർ ടെറൻറ്റി. അപ്പോൾ ഹോളി ഹോളി എന്ന് പറഞ്ഞുകൊണ്ട് ഫിയോക്ല ടെറൻറ്റിയുടെ പിന്നാലെ നടക്കുകയാണ്. ദ ഫസ്റ്റ് റെയിൻ ഡ്രോപ്സ് ബിഗ് ആൻഡ് ഹെവി ലൈ ഡാർക്ക് ഡോട്ട്സ് ഓൺ ദ ഡസ്റ്റി റോഡ്. അപ്പോൾ ഈ മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ തുള്ളി എങ്ങനെയുള്ളതാണ്? ബിഗ് ആൻഡ് ഹെവി, വളരെ വലുതും ഹെവി വെയിറ്റ് ഉള്ളതുമാണല്ലേ. അത് ഈ പൊടിയുള്ള മണ്ണിൽ വീണു. അപ്പോൾ ആ പൊടിയുള്ള മണ്ണിൽ ഒരു മഴത്തുള്ളി വീകുമ്പോൾ അവിടെ ഒരു ഡോട്ടായിട്ട് കാണപ്പെടില്ലേ, അതാണ് പറയുന്നത്. എ ബിഗ് ഡ്രോപ്പ് ഫാൾസ് ഓൺ ദി ഫിയോക്ലാസ് ചീക്ക് ആൻഡ് ഗ്ലൈഡ്സ് ലൈക്ക് എ ടിയർ ഡൗൺ ഹെർ ചിൻ. ഒരു വലിയ തുള്ളി മഴവെള്ളം ഫിയോക്ലയുടെ ചിൻ, കവിളിൽ വീണു. അതെങ്ങനെ കാണപ്പെട്ടു? അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകുന്നത് പോലെയാണ് ആ മഴത്തുള്ളി ഒഴുകിപ്പോയത്. ദ റെയിൻ ഹാസ് ബിഗൺ മട്ടേഴ്സ് ദ കോബ്ലർ. അങ്ങനെ ചെരുപ്പുകുത്തി പറയാണ്, മഴ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ്സ് ഫൈൻ ഫിയോക്ല ലിറ്റിൽ ഗേൾ. അത് സാരമില്ല ഫിയോക്ല, എന്നാലും അതൊന്നും സാരമില്ല. ദ ഗ്രാസ് ആൻഡ് ദ ട്രീസ് ആർ ഫെഡ് ബൈ ദ റെയിൻ ആസ് വി ആർ ബൈ ബ്രെഡ്. ഈ കാണുന്ന ഗ്രാസും ട്രീസും പുല്ലുകളും മരങ്ങളും എല്ലാം ഫെഡ്, അവർക്കെല്ലാം ഭക്ഷണം കിട്ടുന്നത് ഈ റെയിനിലൂടെയാണ് അല്ലേ. അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഈ റെയിൻ വെള്ളമാണ്. അതെങ്ങനെയാണ്? നമ്മൾ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നുള്ള മീനിങ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെയാണ് ഈ ഗ്രാസിനും ട്രീസിനും എല്ലാം ഈ റെയിൻ. ആൻഡ് ആസ് ഫോർ ദി തണ്ടർ ഡോണ്ട് യു ബി ഫ്രൈറ്റൻഡ് ലിറ്റിൽ ഗേൾ. ഈ ഒരു ഇടി കേട്ടിട്ട് നീ പേടിക്കൊന്നും വേണ്ട. വൈ ഷുഡ് ഇറ്റ് കിൽ എ ലിറ്റിൽ തിങ് ലൈക്ക് യു. നിന്നെപ്പോലെ ഒരു ചെറിയ കുട്ടിയെ അതെന്തിനാ നശിപ്പിക്കുന്നത്? ആസ് സൂൺ ആസ് ദ റെയിൻ ബിഗിൻസ് ദ വിൻഡ് ഡ്രോപ്സ്. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ വിൻഡ്, കാറ്റ് നിലച്ചു. ദ ഓൺലി സൗണ്ട് ഈസ് എ പാറ്റർ ഓഫ് റെയിൻ ഡ്രോപ്പിംഗ് ലൈക്ക് ഫൈൻ ഷോട്ട് ഓൺ ദ യങ് റൈ ആൻഡ് ദ പാർച്ച് ദ റോഡ്. അപ്പോൾ മഴ വന്നപ്പോൾ വിൻഡ് പോയി. ഇപ്പോൾ എന്താ കേൾക്കാൻ പറ്റുന്നത്? ദ പാറ്റർ ഓഫ് റെയിൻ ഡ്രോപ്പിംഗ്, മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. പാറ്റർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതിൻ്റെ സൗണ്ടാണ്. ആൻഡ് ദ പാർച്ച്ഡ് റോഡ്, വരണ്ട് കിടക്കുന്ന ആ റോഡിൽ മഴ പെയ്യുന്ന സൗണ്ട് മാത്രമാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കാറ്റിൻ്റെ ശബ്ദമൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. വി ഷാൾ ഗെറ്റ് സോക്ഡ് ഫിയോക്ല മട്ടേഴ്സ് ടെറൻറ്റി. അപ്പോൾ മഴ പെയ്യുന്നത് കണ്ടിട്ട് ടെറൻറ്റി പറയാണ്, നമ്മൾ നന്നായിട്ട് നനഞ്ഞു കുതിരും ഫിയോക്ല. സോക്ക് എന്ന് പറഞ്ഞാൽ മഴ കൊണ്ടിട്ട് നന്നായിട്ട് നനഞ്ഞു കുതിരും. ദർ വോണ്ട് ബി എ ഡ്രൈ സ്പോട്ട് ലെഫ്റ്റ് ഓൺ ആസ്. ഹോ ഹോ മൈ ഗേൾ, നമ്മുടെ ശരീരത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല. നമ്മളൊക്കെ നനഞ്ഞു പോകില്ലേ, അതാണ് പറയുന്നത്. ഹോ ഹോ മൈ ഗേൾ, ഇറ്റ്സ് റൺ ഡൗൺ ഓൺ മൈ നെക്ക്. ഡോണ്ട് ബി അഫ്രൈഡ് സില്ലി, ദ ഗ്രാസ് വിൽ ബി ഡ്രൈ അഗെയിൻ, ദ എർത്ത് വിൽ ബി ഡ്രൈ അഗെയിൻ ആൻഡ് വി ഷാൾ ബി ഡ്രൈ അഗെയിൻ. ദർ ഈസ് എ സെയിം സൺ ഫോർ അസ് ഓൾ. എന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ മഴ പെയ്യുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം പോലും ഉണ്ടാകില്ല. പിന്നെ പറയാണ്, എൻ്റെ നെക്ക്, കഴുത്തിലൂടെ ഒക്കെ അതാ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, നന്നായിട്ട് മഴ പെയ്യാണ്, അപ്പോൾ എൻ്റെ കഴുത്തിലൂടെ ഒക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ നീ പേടിക്കേണ്ട ഫിയോക്ല, ദ ഗ്രാസ് വിൽ ബി ഡ്രൈ അഗെയിൻ, ഈ പുല്ലെല്ലാം വീണ്ടും ഉണങ്ങും. ദ എർത്ത് വിൽ ബി ഡ്രൈ അഗെയിൻ, ഈ ഭൂമിയും വീണ്ടും ഉണങ്ങും. ആൻഡ് വി ഷോൾ ബി ഡ്രൈ അഗെയിൻ, നമ്മളും വീണ്ടും ഉണങ്ങും. കാരണം എന്താണ്? ദർ ഈസ് എ സെയിം സൺ ഫോർ അസ് ഓൾ. നമുക്കും ഈ ഭൂമിക്കും ഗ്രാസിനും ഉള്ളതെല്ലാം ഒരു സെയിം സണ്ണാണ്, ഒരേ ഒരു സണ്ണാണല്ലേ. അപ്പോൾ അതെല്ലാം ഈ ഭൂമിയെയും ഗ്രാസിനെയും എല്ലാം ഉണക്കുന്ന സൺ തന്നെയാണ് നമ്മളെയും ഉണക്കുന്നത്. അപ്പോൾ നമ്മളും ഈ മഴ കൊണ്ടാലും പിന്നീട് ഉണങ്ങും എന്നാണ് പറയുന്നത്. എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് സം 14 feet ലോങ് ഗ്ലീംസ് അബവ് ദെയർ ഹെഡ്. പെട്ടെന്ന് 14 അടി നീളത്തിൽ ഒരു മിന്നൽ വന്നു. അതവരുടെ തലയ്ക്ക് മീതെ ആണ് പതിച്ചത്. ഗ്ലീംസ് ഓവർ ദെയർ ഹെഡ്. There is a loud peal of thunder and it seems to Fiokla that something big, heavy and road is rolling over the sky and tearing it open exactly over her head. പെട്ടെന്ന് അവിടെ എ ലൗഡ് പീൽ ഓഫ് തണ്ടർ, എന്താണ്? അതിശക്തമായ ഇടിമുഴക്കമുണ്ടായി. അത് ഫിയോക്ലയ്ക്ക് എങ്ങനെയാണ് തോന്നിയത്? സംതിങ് ബിഗ്, ഹെവി ആൻഡ് റൗണ്ട് ഈസ് റോളിംഗ് ഓവർ ദ സ്കൈ. ആകാശത്ത് എന്തോ ഉരുണ്ടു പോകും പോലെയാണ് ഫിയോക്ലയ്ക്ക് ആ ഒരു ഇടിമുഴക്കം കേട്ടപ്പോൾ തോന്നിയത്. അതവളുടെ തലയ്ക്ക് മീതെ ആകാശത്തെ കീറി മുറിക്കുന്നതായിട്ടാണ് ഈ ഒരു ഇടിമുഴക്കത്തെ അവൾക്ക് തോന്നിയത്. അതായത് അത്രയ്ക്കും വലിയ രീതിയിലുള്ളൊരു ഇടിമുഴക്കമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഹോളി 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 സേസ് ടെറൻറ്റി, ഡോണ്ട് ബി അഫ്രൈഡ് ലിറ്റിൽ ഗേൾ, ഇറ്റ് ഈസ് നോട്ട് ഫ്രം സ്പൈറ്റ് ദാറ്റ് ഇറ്റ് തണ്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പേടിച്ചിരിക്കുന്ന നമ്മുടെ ഫിയോക്ലയെ കോബ്ലർ ആശ്വസിപ്പിക്കുകയാണല്ലേ. എങ്ങനെ? ഡോണ്ട് ബി അഫ്രൈഡ് ലിറ്റിൽ ഗേൾ, മോളെ പേടിക്കണ്ട. കാരണം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഫ്രം സ്പൈറ്റ് ദാറ്റ് ഇറ്റ് തണ്ടേഴ്സ്. നമ്മളോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ഇടി മുഴങ്ങുന്നത്. ടെറൻറ്റീസ് ആൻഡ് ഫിയോക്ലാസ് ഫീറ്റ് ആർ കവേർഡ് വിത്ത് ലംസ് ഓഫ് ഹെവി വെറ്റ് ക്ലേ. അവരിങ്ങനെ നടന്നു പോകാനല്ലേ ഈ മഴയത്ത്. അപ്പോൾ മഴ പെയ്യുന്നതോടൊപ്പം അവർ നടക്കുന്നുണ്ട്.
ആ ഒരു നടത്തത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ കാലുകളിലെല്ലാം ചെളി പുരണ്ടു. ക്ലേ എന്ന് പറഞ്ഞാൽ ചെളി, നനഞ്ഞ ചെളി പുരണ്ടു. ഇറ്റ് ഈസ് സ്ലിപ്പറി ആൻഡ് ഡിഫിക്കൽട്ട് ടു വാക്ക്. അപ്പോൾ ഈ ചെളി പുരണ്ടിട്ട് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് സ്ലിപ്പറി, അത് തെന്നി വീഴുന്ന പോലെ തോന്നുന്നുണ്ട്. ബട്ട് ടെറൻറ്റി സ്ട്രൈഡ്സ് ഓൺ മോർ ആൻഡ് മോർ റാപ്പിഡ്ലി. പക്ഷേ ടെറൻറ്റ് വേഗതയോടെ നടക്കാൻ തുടങ്ങി. ദ വീക്ക് ലിറ്റിൽ ഗേൾ ഈസ് ബ്രീത്ത്ലെസ് ആൻഡ് റെഡി ടു ഡ്രോപ്പ്. അങ്ങനെ ഫിയോക്ല നടന്ന് ക്ഷീണിച്ചതേ ഇപ്പോൾ വീഴും എന്നുള്ളൊരവസ്ഥയിലായി. ബട്ട് അറ്റ് ലാസ്റ്റ് ദേ ഗോ ഇൻ ടു ദ കൗണ്ട്സ് കോപ്സ്. ദ വാഷ്ഡ് ട്രീസ് സ്റ്റിർഡ് ബൈ എ ഗസ്റ്റ് ഓഫ് വിൻഡ്. ഡ്രോപ്പ് ഓഫ് എ പെർഫെക്റ്റ് വാട്ടർഫോൾ അപ്പോൺ ദം. ടെറൻറ്റി സ്റ്റംബിൾസ് ഓവർ സ്റ്റംസ് ആൻഡ് ബെഗിൻസ് ടു സ്ലാക്കൻ ഹിസ് പേസ്. അങ്ങനെ അവർ കൗണ്ട് കോപ്സ് എന്ന് പറയുന്ന ഈ ബ്രദർ ഡാനിൽക്കയുടെ കൈ കുടുങ്ങിയിരിക്കുന്ന ആ സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ എത്താനായി. അപ്പോൾ ഈ മഴ കാരണം ഈ ട്രീസ് എല്ലാം വാഷ്ഡ്, വെള്ളം നിറഞ്ഞു നിൽക്കുകയാണല്ലേ. അപ്പോൾ ഒരു കാറ്റ് വന്ന് അടിച്ചപ്പോൾ ഈ വെള്ളമെല്ലാം ഒരു വാട്ടർഫോൾ പോലെ അവരുടെ മേലേക്ക് വന്ന് വീണു. ടെറൻറ്റി സ്റ്റംബിൾസ് ഓവർ സ്റ്റംസ് ആൻഡ് ബെഗിൻസ് ടു സ്ലാക്കൻ ഹിസ് പേസ്. അപ്പോൾ ഈ ടെറൻറ്റി മരത്തടികളെയെല്ലാം തട്ടി വീഴാതെ അദ്ദേഹത്തിൻ്റെ വേഗത കുറച്ചു. സ്ലാക്കൻ ഹിസ് പേസ് എന്ന് പറഞ്ഞാൽ വേഗത കുറച്ചു, നടത്തത്തിൻ്റെ ആ വേഗത കുറച്ചു. വേർ അബൌട്ട് ഈസ് ഡാനിൽക്ക, ഹി ആസ്ക്സ്. ലെറ്റ് മീ ടു ഹിം. ഡാനിൽക്ക എവിടെ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് ഫിയോക്ലയോട് പറഞ്ഞു. ഫിയോക്ല ലീഡ്സ് ഹിം ഇൻ ടു എ തിക്കറ്റ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് ഇൻ ടു എ ക്വാർട്ടർ ഓഫ് മൈൽ പോയിൻറ്റ്സ് ടു ഡാനിൽക്ക. ഫിയോക്ല ഒരുപാട് മരങ്ങൾ കൂടി നിൽക്കുന്നൊരു സ്ഥലത്തോട്ട് കോബ്ലറിനെ കൊണ്ടുപോയി. തിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ കൂടി നിൽക്കുന്നൊരു സ്ഥലം. അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ ഡാനിൽക്കയെ കണ്ടു. ഹെർ ബ്രദർ എ ലിറ്റിൽ ഫെല്ലോ ഓഫ് 8. അപ്പോൾ ഈ ഡാനിൽക്ക ആരാണ്? അവളുടെ ബ്രദറാണല്ലേ. അവന് 8 വയസ്സാണ്. 8 വയസ്സ് മാത്രമാണ് പ്രായം. വിത്ത് ഹെയർ ആസ് റെഡ് ആസ് ഓക്രേ. അവൻ്റെ മുടി വളരെ ചുവന്ന നിറമുള്ളതാണ്. ആൻഡ് പെയിൽ സിൽക്കി ഫേസ്. മുഖം വളരെ സിൽക്കി ഫേസ് എന്ന് പറഞ്ഞാൽ വിളറിയിട്ടുണ്ട്. വിളറി വെളുത്ത മുഖമാണ് അവൻ്റേതും. സ്റ്റാൻഡ്സ് ലീനിങ് എഗെയിൻസ്റ്റ് എ ട്രീ. ഒരു മരത്തിന് നേരെ ചാരിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് വിത്ത് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ് ലുക്കിംഗ് സൈഡ് വേസ് അറ്റ് സ്കൈ. എന്നിട്ടോ ഒരു സൈഡിലൂടെ അവൻ ആകാശത്തോട്ട് നോക്കുകയാണല്ലേ. ഈ ഇടിയും മഴയും എല്ലാം പെയ്യുന്ന സമയത്ത് അവൻ ഈ മരത്തിൻ്റെ ഹോളിൽ കൈ കുടുങ്ങിയിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അവൻ ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇൻ വൺ ഹാൻഡ് ഹി ഹോൾഡ്സ് ഹിസ് ഷാബി ഓൾഡ് ക്യാപ്പ്. അവൻ്റെ ഒരു കയ്യിൽ അവൻ്റെ ഷാബി എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിച്ച അവൻ്റെ പഴയ ഒരു ക്യാപ്പ്, തൊപ്പിയുണ്ട്. ദ അതർ ഈസ് ഹിഡൻ ഇൻ ആൻ ഓൾഡ് ലൈം ട്രീ. മറ്റേ കയ്യോ ആ മരത്തിൻ്റെ ഹോളിൽ കുടുങ്ങിയിട്ടുണ്ടല്ലേ. ദ ബോയ് ഈസ് ഗേസിങ് അറ്റ് ദ സ്റ്റോമി സ്കൈ ആൻഡ് അപ്പാരൻ്റ്ലി നോട്ട് തിങ്കിങ് ഓഫ് ഹിസ് ട്രബിൾ. ഈ ബോയ് അപ്പോൾ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു വലിയ കാറ്റിനെയും മഴയെയും പറ്റിയാണ് അവൻ അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അകപ്പെട്ട ആ ഒരു പ്രശ്നമില്ലേ, അവൻ്റെ കൈ അതിൽ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു പ്രശ്നം അവൻ മറന്നുപോയി. അവനിപ്പോൾ ചിന്തിക്കുന്നത് ഈ കാറ്റിനെയും മഴയും ഒക്കെ പറ്റിയിട്ടാണ്. ഹിയറിംഗ് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് സീയിങ് ദ കോബ്ലർ ഹി ഗിവ്സ് സിക്ലി സ്മൈൽ ആൻഡ് സേസ്. അപ്പോൾ ഈ കോബ്ലറിൻ്റെ ഫുഡ് സ്റ്റെപ്പ്, നടന്നു വരുന്ന സൗണ്ടും അതുപോലെ തന്നെ കോബ്ലറിനെ കണ്ടപ്പോൾ അവന് കോബ്ലറിനോടൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എ ടെറിബിൾ ലോട്ട് ഓഫ് തണ്ടർ ടെറൻറ്റി. ഐ ഹാവ് നെവർ ഹേർഡ് സോ മച്ച് തണ്ടർ ഇൻ ഓൾ മൈ ലൈഫ്. അപ്പോൾ ടെറൻറ്റിയോട് പറയാനല്ലേ, എന്തൊരു ഭീകരമായ ഇടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയ ഇടിയൊന്നും ഇതുവരെ ആയിട്ട് കേട്ടിട്ടില്ല. ആൻഡ് വേർ ഈസ് യുവർ ഹാൻഡ്. അപ്പോൾ ടെറൻറ്റി ചോദിക്കുകയാണ്, നിൻ്റെ കൈ എവിടെ? ഇൻ ദ ഹോൾ. പുൾ ഇറ്റ് ഔട്ട് പ്ലീസ് ടെറൻറ്റി. ഇതാ ഈ ഹോളിലാണ്, അതൊന്ന് എടുത്തു തരുമോ പ്ലീസ്. ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഫിയോക്ല, ഇതാണ് നമ്മുടെ അങ്കിൾ ടെറൻറ്റി, കോബ്ലർ ടെറൻറ്റി, ചെരുപ്പ് കുത്തി അല്ലേ. അപ്പോൾ ഇവരിത് ബ്രദർ ഡാനിൽക്കയുടെ അടുത്തേക്ക് പോകുന്ന സീനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ഫിയോക്ലയുടെ ബ്രദർ ഡാനിൽക്ക. ഇവൻ്റെ കൈ ഇതാ ഈ മരത്തിൻ്റെ ഹോളിൽ കുടുങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടെറൻറ്റിയെ അന്വേഷിച്ച് ഫിയോക്ല പോയതും ടെറൻറ്റിയെ കൂട്ടിക്കൊണ്ട് ഡാനിൽക്കയുടെ അടുത്തേക്ക് വരുന്നതും. The wood had broken at the edge of the hole and jammed Danilka's hand. ഈ ഡാനിൽക്കയുടെ കൈ കുടുങ്ങിയിട്ടുള്ള ആ മരം ഇല്ലേ, ആ മരത്തിൻ്റെ ഹോളിൻ്റെ എഡ്ജസിലുള്ള, അതായത് വക്കിലുള്ള ആ വുഡ് മരക്കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോയിരുന്നു. ഹീ കുഡ് പുഷ് ഇറ്റ് ഫേർദർ ഇൻ. അവൻ്റെ കൈ ഉള്ളിലോട്ട് വീണ്ടും ഇടാൻ കഴിയും. ബട്ട് കുഡ് നോട്ട് പുൾ ഇറ്റ് ഔട്ട്. പക്ഷേ പുറത്തോട്ട് വലിക്കാൻ അവന് പറ്റില്ല.
കാരണം അവൻ്റെ കൈ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കണം. ഉള്ളിലോട്ട് അവൻ്റെ കൈ ഇനി എത്ര വേണമെങ്കിലും പോകും, പക്ഷെ പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ടെറൻറ്റി സ്നാപ്സ് ഓഫ് ദി ബ്രോക്കൺ പീസ് ആൻഡ് ദ ബോയ്സ് ഹാൻഡ് റെഡ് ആൻഡ് ക്രഷ്ഡ് ഈസ് റിലീസ്ഡ്. അങ്ങനെ നമ്മുടെ ടെറൻറ്റി ആ പൊട്ടിയ ഭാഗം അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് അവൻ്റെ കൈ പുറത്തോട്ടെടുത്തപ്പോൾ അവൻ്റെ കൈ എങ്ങനെയുള്ളതാണ്? റെഡ്, നന്നായിട്ട് ചുവന്നിട്ടുണ്ട്, ആൻഡ് ക്രഷ്ഡ്, ചതഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ടെറിബിൾ ഹൗ ഇറ്റ്സ് തണ്ടറിങ്, ദ ബോയ് സേസ് അഗെയിൻ റബ്ബിങ് ഹിസ് ഹാൻഡ്. പക്ഷേ അപ്പോൾ നമ്മുടെ ബോയ്ക്ക് എന്താണ് ശ്രദ്ധ? അവൻ്റെ കൈ ഉള്ളിൽ കുടുങ്ങി അല്ലെങ്കിൽ കൈ റെഡ് കളറായിട്ടുണ്ട് എന്നൊന്നുമല്ല അവൻ്റെ ശ്രദ്ധ. അവനെല്ലാം ശ്രദ്ധിക്കുന്നത് ആ ഒരു തണ്ടർ, ആ ഒരു ഇടിയുടെ കാര്യത്തെ പറ്റിയാണ് അവൻ വീണ്ടും പറയുന്നത് അല്ലേ. എന്താണ്, എന്തൊരു ഭയാനകമായിരുന്നല്ലേ ആ ഇടി. വാട്ട് മേക്സ് ഇറ്റ് തണ്ടർ ടെറൻറ്റി? എന്നിട്ട് ഈ ടെറൻറ്റിയോട് ചോദിക്കുകയാണ്, ഈ ഇടിയൊക്കെ എന്താ ഇങ്ങനെ വെട്ടുന്നത്? വൺ കുഡ് റൺസ് അഗെയിൻസ്റ്റ് ദ അതർ ആൻസേഴ്സ് ദ കോബ്ലർ. അപ്പോൾ ഈ കോബ്ലർ ചെരുപ്പ് കുത്തി പറയാണ്, മേഘങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കുമ്പോഴാണ് ഇടി ഉണ്ടാകുന്നത്. ദ പാർട്ടി കം ഔട്ട് ഓഫ് ദി കോബ്സ് ആൻഡ് വാക്ക് അലോങ് ദ എഡ്ജ് ഓഫ് ഇറ്റ് ടുവാർഡ്സ് ദ ഡാർക്കൻ റോഡ്. അങ്ങനെ ഇവർ 3 പേരും ആ ഒരു കാടിനുള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന് എന്നിട്ട് ഈ ഇരുണ്ട റോഡിൻ്റെ വക്കിലൂടെ നടക്കാൻ തുടങ്ങി. ദ തണ്ടർ ഗ്രാജ്വലി അബൈഡ്സ്. അങ്ങനെ ഈ ഇടി ഗ്രാജ്വലി പതിയെ സാവധാനം കുറഞ്ഞ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹേർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. പിന്നെ ഈ ഇടിയുടെ മുഴക്കം ആദ്യമൊക്കെ അടുത്തടുത്തല്ലേ കേട്ടിരുന്നത്, ഇപ്പോൾ ആ ഇടിയുടെ മുഴക്കം വില്ലേജ്, ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് കേൾക്കുന്നത് പോലെയുണ്ട്. അപ്പോൾ പോയി തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡക്സ് ഫ്ലൂ ബൈ ഹിയർ ദ അതർ ഡേ ടെറൻറ്റി സേസ് ഡാനിൽക്ക. എന്നിട്ട് ഡാനിൽക്ക ടെറൻറ്റിയോട് പറയാണ്, കഴിഞ്ഞ ദിവസം ഇതിലൂടെ താറാവുകൾ നടന്നു പോയിരുന്നു. സ്റ്റിൽ റബ്ബിങ് ഹിസ് ഹാൻഡ്. അവനെപ്പോഴും അവൻ്റെ ആ കൈ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, തടവിക്കൊണ്ട് നിൽക്കുകയാണ്. ഫിയോക്ല, വുഡ് യു ലൈക്ക് ടു മീ ടു ഷോ യു എ നൈറ്റിംഗെയിൽസ് നെസ്റ്റ്. അപ്പോൾ ഫിയോക്ലയോട് ചോദിക്കുകയാണ്, ഫിയോക്ല, നിനക്ക് ഞാനൊരു നൈറ്റിംഗെയിൽ, ഒരു രാപ്പാടിയുടെ കൂട് കാണിച്ചു തരട്ടെ? ഡോണ്ട് ടച്ച് ഇറ്റ്. അതിൽ തുടരുത്. യു മൈസ്റ്റ് ഡിസ്റ്റർബ് ദം. നിങ്ങൾ അവരെ ശല്യപ്പെടുത്തും. സേസ് ടെറൻറ്റി അവരോട് പറഞ്ഞു. റിങ്ങിങ് ദ വാട്ടർ ഔട്ട് ഓഫ് ഹിസ് ക്യാപ്പ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്പ്, തൊപ്പി ഈ മഴ കാരണം നന്നായി നനഞ്ഞിട്ടില്ലേ, അപ്പോൾ ആ തൊപ്പിയിലെ വെള്ളം പിഴുതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരെ തുടരുത്. ദ നൈറ്റിംഗേൽ ഈസ് എ സിംഗിങ് ബേർഡ്. ഹി ഹാസ് ഹാഡ് എ വോയിസ് ഗിവൺ ഹിം ഇൻ ഹിസ് ത്രോട്ട് ടു ഗ്ലാഡൻ ദ ഹാർട്ട് ഓഫ് മാൻ. ഇറ്റ് ഈസ് എ സീൻ ടു ഡിസ്റ്റർബ് ദം. അപ്പോൾ ടെറൻറ്റി പറയാണ്, മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗണ്ടാണ് ആ നൈറ്റിംഗേലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ശല്യം ചെയ്യുന്നത് സിൻ, പാപമാണ്. എ ബ്രൈറ്റ് പാച്ച് ഓഫ് ദി ബ്ലൂ അപ്പിയേഴ്സ് ഇൻ ദ സ്കൈ. അപ്പോഴേക്കും മഴയെല്ലാം പോയി തുടങ്ങി, സ്കൈ ആകാശത്ത് ബ്ലൂ നിറം വന്നു തുടങ്ങി. ഹിയർ ആർ സം ബീസ് ക്രൈസ് ഡാനിൽക്ക. പിന്നീട് ഡാനിൽക്ക പറയാണ്, ദാ ഇവിടെ കുറച്ച് ബീസ്, തേനീച്ചകളുണ്ട്. പോയിൻറ്റിങ് ടു ദ ബ്രാഞ്ച് ഓഫ് എ യങ് ഓക്ക് ട്രീ. ഒരു ഓക്ക് ട്രീയുടെ ബ്രാഞ്ച് മരക്കൊമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറയാണ്, ദേ ഇവിടെ ഒരുപാട് ബീസ്, തേനീച്ചകളുണ്ട്. ദ ഡ്രഞ്ച് ആൻഡ് ചിൽഡ് ബീസ് ആർ ഹഡിൽ ടുഗദർ ഓൺ ദ ബ്രാഞ്ച്. അപ്പോൾ എന്താണ്, ഈ മഴ കാരണം നനഞ്ഞു കുതിർത്ത ആ ബീസ്, തേനീച്ചകളെല്ലാം ഒരു ബ്രാഞ്ചിൽ ഹഡിൽ തടിച്ചു കൂടിയിരിക്കുകയാണ്. ദർ ആർ സോ മെനി ഓഫ് ദം ദാറ്റ് നെയ്തർ ബാർക്ക് നോർ ലീഫ് ക്യാൻ ബി സീൻ. അവയെല്ലാം അങ്ങനെ തടിച്ചു കൂടിയിരിക്കുന്നത് കാരണം ആ ട്രീയുടെ, ആ ഓക്ക് ട്രീയുടെ ഇലകളോ അതുപോലെ തന്നെ ബാർക്ക്, ആ ഒരു മരത്തിൻ്റെ തൊലിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. മെനി ഓഫ് ദം ആർ സെറ്റിൽഡ് വൺ അനദർ. അതിൽ പല ബീസും ഒന്നിനു പുറകെ ഒന്നൊന്നായി മേലെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ടല്ല ഈ ബീസ് ഇരിക്കുക. അങ്ങനെയാണ് ഈ മരത്തിലും ബീസ് ഇരിക്കുന്നത്. ദാറ്റ്സ് എ സ്വാം ഓഫ് ബീസ് ടെറൻറ്റി ഇൻഫോംസ് ദം. അപ്പോൾ ടെറൻറ്റി അവരോട് പറയാണ്, അതൊരു കൂട്ടം ബീസാണ്. ദേ വർ ഫ്ലൈയിങ് ലുക്കിംഗ് ഫോർ എ ഹോം ആൻഡ് വെൻ ദ റെയിൻ കെയിം ഡൗൺ അപ്പോൺ ദം ദേ സെറ്റിൽഡ്. അപ്പോൾ അവർ ഒരു വീട് അന്വേഷിച്ച് പോവാണ്. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവർ അങ്ങനെ തടിച്ചുകൂടി ഒരു മരത്തിന് താഴെ നിന്നതാണ്. ഇഫ് എ സ്വാൻ ഈസ് ഫ്ലൈയിങ്. അങ്ങനെ ഒരു തേനീച്ചയുടെ കൂട്ടം പറക്കുകയാണെങ്കിൽ യു നീഡ് ഓൺലി സ്പ്രിങ്കിൾ വാട്ടർ ഓൺ ദം ടു മേക്ക് ദം സെറ്റിൽ. അവയെ പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം അതിൻ്റെ മേലേക്ക് തെറിപ്പിച്ചാൽ മതി. അപ്പോൾ അവർ എവിടെയെങ്കിലും ഒന്ന് കൂട്ടം കൂടി നിൽക്കും. നൗ ഇഫ് സേ യു വാണ്ടഡ് ടു ടേക്ക് ദ സ്വാൻ യു വുഡ് ബെൻഡ് ദ ബ്രാഞ്ച് വിത്ത് ദം ഇൻ ടു എ സാക്ക് ആൻഡ് ഷേക്ക് ഇറ്റ് ആൻഡ് ദേ ഫോൾ ഇൻ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു തേനീച്ചയുടെ കൂട്ടത്തെ പിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചാക്ക് എടുത്തിട്ട് ഈ തേനീച്ച നിൽക്കുന്ന ആ ബ്രാഞ്ച്, കൊമ്പ്, ആ ചാക്കിന് നേരെ പിടിച്ചിട്ട് ഒന്ന് കുലുക്കിയാൽ, ഷെയ്ക്ക് എന്ന് പറഞ്ഞ് ഒന്ന് കുലുക്കിയാൽ അവയെല്ലാം ആ ചാക്കിനുള്ളിൽ വീഴും. അങ്ങനെ നിങ്ങൾക്ക് ആ തേനീച്ചക്കൂട്ടത്തെ പിടിക്കാം. ലിറ്റിൽ ഫിയോക്ല സഡൻലി ഫ്രോൺസ് ആൻഡ് റബ്സ് ഹെർ നെക്ക് വിഗറസ്ലി. ഈ ചെറിയ കുട്ടിയായിട്ടുള്ള ലിറ്റിൽ ഫിയോക്ല പെട്ടെന്ന് അവളുടെ കഴുത്ത്
ഉരസുന്നുണ്ട്. ഹെർ ബ്രദർ ലുക്ക് അറ്റ് ഹെർ നെക്ക് ആൻഡ് സീസ് എ ബിഗ് സ്വെല്ലിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അവളുടെ ബ്രദർ അവളുടെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സ്വെല്ലിംഗ്, സ്കിന്ന് വീർത്തിരിക്കുന്നുണ്ട്, ഒരു മുഴ കാണപ്പെടുന്നുണ്ട്. ഹേ ഹേ ലവ് ദ കോബ്ലർ. അപ്പോൾ ഇത് കണ്ടിട്ട് കോബ്ലർ ഈ ചെരുപ്പ് കുത്തി ചിരിക്കുകയാണ്. ഡു യു നോ വേർ യു ഗോട്ട് ദാറ്റ് ഫ്രം ഫിയോക്ല ഓൾഡ് ഗേൾ. മോളെ ഫിയോക്ല, നിനക്കറിയോ നിനക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയതെന്ന്? ദർ ആർ സ്പാനിഷ് ഫ്ലൈസ് ഓൺ സം ട്രീസ് ഇൻ ദ വുഡ്. കാട്ടിൽ ചില മരങ്ങളിൽ സ്പാനിഷ് ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു തരം പാറ്റകളുണ്ട്. ദ റെയിൻ ഹാസ് ട്രിക്കിൾഡ് ദം ഓഫ് ആൻഡ് എ ഡ്രോപ്പ് ഹാസ് ഫാളൻ ഓൺ യുവർ നെക്ക്. അങ്ങനത്തെ ആ സ്പാനിഷ് ഫ്ലൈസിൽ നിന്ന് മഴ വന്നപ്പോൾ അതിലൊരെണ്ണം നിൻ്റെ കഴുത്തിലേക്ക് വീണതാകാം. ദാറ്റ്സ് വാട്ട് ഹി ഹാഡ് മെയ്ഡ് ദ സ്വെല്ലിംഗ്. അങ്ങനെ ആ ഒരു സ്പാനിഷ് ഫ്ലൈ നിൻ്റെ കഴുത്തിൽ വന്നതുകൊണ്ടാണ് നിൻ്റെ കഴുത്ത് ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ദ സൺ അപ്പിയേഴ്സ് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ് ആൻഡ് ഫ്ലഡ്സ് ദ വുഡ്, ദ ഫീൽഡ്സ് ആൻഡ് ത്രീ ഫ്രണ്ട്സ് വിത്ത് ഇറ്റ്സ് വാം ലൈറ്റ്. അങ്ങനെ മഴയെല്ലാം പോയി വീണ്ടും സൂര്യൻ വന്നല്ലേ, അത് ഈ മരങ്ങളിലും അതുപോലെ പാടത്തിലും ഈ 3 പേരുടെ മേലും വെയിൽ പതിച്ചു. ദ ഡാർക്ക് മെനേസിംഗ് ക്ലൗഡ് ഹാസ് ഗോൺ ഫാർ അവേ ആൻഡ് ടേക്കൺ ദ സ്റ്റോം വിത്ത് ഇറ്റ്. ആ ഇരുണ്ട് മൂടിക്കിടന്നിരുന്ന ആകാശം പോയി, അതോടൊപ്പം തന്നെ ആ കാറ്റും പോയി. ദ എയർ ഈസ് വാം ആൻഡ് ഫ്രാഗ്രൻറ്റ്. കാർമേഘങ്ങൾ എങ്ങോട്ടോ പോയി, അതിൻ്റെ കൂടെ കൊടുങ്കാറ്റും പോയല്ലേ. ഇപ്പോൾ ആ എയർ അന്തരീക്ഷത്തിൽ ചൂടും അതുപോലെ തന്നെ വളരെ സുഗന്ധവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ഈ കോബ്ലർ, ടെറൻറ്റി എന്ന് പറയുന്ന ഈ കോബ്ലറും ഡാനിൽക്കയും ഫിയോക്ലയും കൂടെ ആ കാട്ടിൽ നിന്ന് ഡാനിൽക്കയുടെ കൈയെല്ലാം മരത്തിനുള്ളിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു വരികയാണല്ലേ. ദാറ്റ് ഹെർബ് ഈസ് ഗിവൺ വെൻ യുവർ നോസ് ബ്ലീഡ്സ് സേസ് ടെറൻറ്റി പോയിൻറ്റിങ് ടു എ വൂളി ലുക്കിംഗ് ഫ്ലവർ. ഇറ്റ് ഡസ് ഗുഡ്. അപ്പോൾ ഇവിടെ നടന്നു വരുന്നതിൻ്റെ വഴിക്ക് ടെറൻറ്റി ഒരു ഫ്ലവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ആ ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യൽ. ദേ ക്രോസ് ദ റെയിൽവേ ലൈൻ ആൻഡ് ഗോയിങ് ഡൗൺ ഫ്രം ദ എംബാക്ക്മെൻറ്റ് വാക്ക് ടുവാർഡ്സ് ദ റിവർ. അങ്ങനെ അവർ നടന്ന് റെയിൽവേ ലൈനും കടന്ന് പുഴയരികിൽ എത്തി. ദേ വാക്ക് നോട്ട് വിത്ത് എനി ഒബ്ജക്റ്റ് ബട്ട് ജസ്റ്റ് ആസ് റാൻഡം ആൻഡ് ടോക്ക് ഓൾ ദ വേ. അവർ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെയാണ് നടന്നത്, വെറുതെ അങ്ങനെ നടന്നു പോയതാണ്. അവർ പോകുന്നതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഡാനിൽക്ക ആസ്ക് ക്വസ്റ്റ്യൻ. ഡാനിൽക്ക ക്വസ്റ്റ്യൻ ചോദിക്കും. ടെറൻറ്റി ആൻസേഴ്സ് ദം. ടെറൻറ്റി അതിന് മറുപടിയും പറയും. ടെറൻറ്റി ആൻസേഴ്സ് ഓൾ ഹിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദർ ഈസ് നോ സീക്രട്ട് ഇൻ നേച്ചർ വിച്ച് ബാഫിൾസ് ഹിം. ടെറൻറ്റി അവൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറയും. പിന്നെ ടെറൻറ്റിയെ കുഴപ്പിക്കുന്ന ഒരു സീക്രട്ട്, ഒരു രഹസ്യവും ഇല്ലായിരുന്നു. ഹി നോസ് എവറിത്തിങ്. ടെറൻറ്റിക്ക് എല്ലാ കാര്യവും അറിയാം. ദസ് ഫോർ എക്സാമ്പിൾ ഹി നോസ് ദി നെയിംസ് ഓഫ് ദി ഓൾഡ് വൈൽഡ് ഫ്ലവേഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാട്ടിലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ നെയിമും അറിയാം. ആനിമൽസ് ആൻഡ് സ്റ്റോൺ. കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ കല്ലുകളുടെയും വരെ പേരുകൾ അറിയാം. ഹി നോസ് വാട്ട് ഹെർബ്സ് ക്യൂർ ഡിസീസ്. അയാൾക്കറിയാം ഏതൊക്കെ ചെടികളാണ് അസുഖം ഭേദമാക്കുന്നതെന്ന്. ഹി ഹാസ് നോ ഡിഫിക്കൽട്ടി ഇൻ ടെല്ലിംഗ് ദ ഏജ് ഓഫ് എ ഹോഴ്സ് ഓർ എ കൗ. അയാൾക്ക് ഒരു കുതിരയോ അല്ലെങ്കിൽ ഒരു പശുവിനെയോ കണ്ടാൽ അതിൻ്റെ വയസ്സ് എത്രയാണെന്ന് പോലും പറയാൻ സാധിക്കും. ലുക്കിംഗ് അറ്റ് ദ സൺസെറ്റ്, അറ്റ് ദ മൂൺ ഓർ ദ ബേർഡ്സ്, ഹി ക്യാൻ ടെൽ വാട്ട് സോർട്ട് ഓഫ് വെദർ ഇറ്റ് വിൽ ബി നെക്സ്റ്റ് ഡേ. സൺസെറ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ചന്ദ്രനെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും അടുത്ത ദിവസം ഏത് കാലാവസ്ഥയാണ് വരാൻ പോകുന്നതെന്ന്. അത്രയ്ക്കും ഒരു കഴിവുള്ളയാളായിരുന്നു ഈ ടെറൻറ്റി. ആൻഡ് ഇൻഡീഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ടെറൻറ്റി ഹൂ ഈസ് സോ വൈസ്. ടെറൻറ്റി മാത്രമല്ല ഇത്രയും അറിവുള്ള ഒരു ആൾ. വൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും അറിവുള്ള, വളരെ ബുദ്ധിമാനായ. സിലാൻഡി സിലേജ്, ദ ഇൻ കീപ്പർ, ദ മാർക്കറ്റ് ഗാർഡനർ, ദ ഷെപ്പേർഡ് ആൻഡ് ഓൾ ദ വില്ലേജേഴ്സ് ജനറലി സ്പീക്കിംഗ്. ടെറൻറ്റിക്ക് മാത്രമല്ല ഏകദേശം ആ വില്ലേജിലുള്ള എല്ലാ ആളുകൾക്കും ഇതുപോലുള്ള അറിവുകളുണ്ടല്ലേ. These people have learned not from books but in the fields, in the wood and on the river bank. ഇവരെല്ലാം ഇക്കാര്യങ്ങളെല്ലാം പഠിച്ചത് ബുക്കുകളിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നാണ്? ബട്ട് ഇൻ ദ ഫീൽഡ്സ്, വയലുകളിൽ നിന്ന്, ഇൻ ദ വുഡ്, കാടുകളിൽ നിന്ന്, മരങ്ങളിൽ നിന്ന്, ആൻഡ് ഓൺ ദ റിവർ ബാങ്ക്, പുഴകളിൽ നിന്നുമൊക്കെയാണ്. അതായത് പ്രകൃതിയിൽ നിന്നാണ് ഇവർ ഇക്കാര്യമെല്ലാം പഠിച്ചത്, അല്ലാതെ വെറും ബുക്കുകളിൽ നിന്ന് മാത്രമല്ല. Their teachers have been the birds themselves. അവരുടെ ടീച്ചർ ആരായിരുന്നു? ബേർഡ്സ്, പക്ഷികളായിരുന്നല്ലേ അവരുടെ ടീച്ചേഴ്സ്. When they sang to them, അവർ പാടുന്നതായിരുന്നു അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. The sun when it left a glow crimson behind it at setting, the very trees and the wild herbs. പിന്നീട് അവരെ പഠിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? പക്ഷികൾ മാത്രമല്ല, അസ്തമൻ സൂര്യൻ്റെ ആ റെഡ് നിറം, ക്രിംസൺ എന്ന് പറഞ്ഞാൽ റെഡ് ഓഫ് ദി സൺ. പിന്നീട്
മരങ്ങൾ, കാട്ടിലെ ചെടികൾ, ഇതെല്ലാമാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. The two of them, the cobbler and the boy, walk about the field, talk unceasingly. ടെറൻറ്റിയും അതുപോലെ ഈ ബോയും ഒരു മടുപ്പുമില്ലാതെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലേ. They could wander about the world endlessly. അവർക്ക് ഈ ലോകത്തെ ഒരു അവസാനമില്ലാത്ത രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ സാധിക്കും. കാരണം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണല്ലേ ഈ ടെറൻറ്റിയും അതുപോലെ ഈ ബോയും. They walk and in their talks of the beauty of the earth do not notice a frail little girl tripping after them. അവരെന്താ സംസാരിക്കുന്നത്? The beauty of the earth, ഭൂമിയുടെ സൗന്ദര്യം, ബ്യൂട്ടിയെ പറ്റിയാണല്ലേ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതിലൊന്നും നമ്മുടെ ലിറ്റിൽ ഗേളായിട്ടുള്ള ഫിയോക്ല ഇൻട്രസ്റ്റഡ് അല്ല. ഫ്രെയിൽ ലിറ്റിൽ ഗേൾ എന്ന് പറഞ്ഞാൽ ദുർബലയായ ചെറിയ പെൺകുട്ടി. അവൾ ഇതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അവൾക്ക് ഈ കാര്യങ്ങളൊന്നും വലിയ താല്പര്യവുമില്ല. അപ്പോൾ അവൾ ഇതൊന്നും വലിയ കാര്യമാക്കാത്ത രീതിയിലാണ് അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ടുവാർഡ്സ് മിഡ് ഡേ, അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ഓൾ ത്രീ സിറ്റ് ഡൗൺ ഓൺ ദ റിവർ ബാങ്ക്. അവർ ഒരു റിവർ ബാങ്ക് പുഴക്കരയിലിരുന്നു. ഡാനിൽക്ക ടേക്സ് ഔട്ട് ഓഫ് ഹിസ് ബാഗ് എ പീസ് ഓഫ് ബ്രെഡ് soaked and reduced to a mash and they began to eat. ഡാനിൽക്ക അവൻ്റെ ബാഗിൽ നിന്ന് ഒരു പീസ് ബ്രെഡ് എടുത്തു. ടെറൻറ്റി സെയ്സ് എ prayer when he has eaten the bread, then stretches himself on the sandy bank and falls asleep. ടെറൻറ്റി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു പ്രയർ ചൊല്ലി. ആൻഡ് സ്ട്രെച്ചസ് ഹിംസെൽഫ് ഓൺ ദ സാൻഡി ബാങ്ക്, എന്നിട്ട് ആ മണൽ തരിയുള്ള ആ പുഴക്കരയിൽ അയാൾ നിവർന്ന് കിടന്നു. സ്ട്രെച്ചസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് കിടന്നു. ആൻഡ് അസ്ലീപ്പ്, അയാൾ ഉറങ്ങി. വൈൽ ഹീ ഈസ് അസ്ലീപ്പ് ദ ബോയ് ഗേസസ് അറ്റ് ദ വാട്ടർ പോണ്ടറിങ്. അങ്ങനെ അയാൾ ഈ ഉറങ്ങുന്ന നേരത്ത് ഈ ബോയ് ആ റിവറിലെ വെള്ളം നോക്കി ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹി ഹാസ് മെനി ഡിഫറെൻറ്റ് തിങ്സ് ടു തിങ്ക് ഓഫ്. അവന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഹി ഹാസ് ജസ്റ്റ് സീൻ ദ സ്റ്റോം, ദ ബീസ് ആൻഡ് ദ ആൻഡ്സ്. അവനിപ്പോൾ ആ കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ ബീസ്, തേനീച്ചകളെ, ഉറുമ്പുകളെ എല്ലാം കണ്ട് വന്നിട്ടേ ഉള്ളൂല്ലേ ആ കാടിൽ നിന്ന്. അപ്പോൾ അവന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഓൺലി ടുവാർഡ്സ് ദ ഈവനിങ് അവർ വാണ്ടറേഴ്സ് റിട്ടേൺ ടു ദ വില്ലേജ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ഈ 3 പേരും വില്ലേജ്, ഗ്രാമത്തിലോട്ട് തിരിച്ചെത്തി. ദ ചിൽഡ്രൻ ഗോ ഫാർ ദ നൈറ്റ് ടു എ ഡെസേർട്ടഡ് ബാൺ. ഈ 2 കുട്ടികളും എവിടേക്കാണ് പോയത്? ടു എ ഡെസേർട്ടഡ് ബാൺ. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ് കിടക്കുന്ന, ബാൺ എന്ന് പറഞ്ഞാൽ ഒരു കളപ്പുര അല്ലെങ്കിൽ പത്തായപ്പുര. ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു കളപ്പുരയിലേക്കാണ് ഈ 2 കുട്ടികളും പോയത്. ദ ബോയ് ഡസ് നോട്ട് സ്ലീപ്പ്. രാത്രിയിൽ ആ ബോയ് ഉറങ്ങിയില്ല. ഹി ഗേസസ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അവൻ ആ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. ഗെയ്സ് എന്ന് പറഞ്ഞാൽ നോക്കി. ആൻഡ് ഇറ്റ് സീംസ് ടു ഹിം ദാറ്റ് ഹി ഈസ് സീയിങ് ഓൾ ദാറ്റ് ഹി ഹാസ് സീൻ ഇൻ ദ ഡേ. അപ്പോൾ ആ ഇരുട്ടിലേക്ക് നോക്കിയപ്പോൾ അവന് തോന്നാണ്, അവൻ പകൽ വെളിച്ചത്തിൽ കണ്ടെല്ലാം അവൻ രാത്രിയിൽ കാണുന്നത് പോലെ അവൻ തോന്നുന്നുണ്ട്. ദ സ്റ്റോം, ക്ലൗഡ്സ്, ദ ബ്രൈറ്റ് സൺഷൈൻ, ദ ബേർഡ്സ്, ദ ഫിഷ്, ലാങ്കി ടെറൻറ്റി. എന്തൊക്കെയാണ് അവന് കാണുന്നത്? ദ സ്റ്റോം, കൊടുങ്കാറ്റല്ലേ, പിന്നെ ക്ലൗഡ്സ്, കാർമേഘങ്ങൾ, ബ്രൈറ്റ് സൺഷൈൻ, പിന്നെ ബേർഡ്സ്, ഫിഷ്, അതുപോലെ തന്നെ ടെറൻറ്റി. അപ്പോൾ ഇതൊക്കെയാണ് അവന് പകൽ കണ്ട സംഭവങ്ങളെല്ലാം രാത്രിയിലും അവൻ കാണുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. ഹി ലോങ്സ് ടു ടെൽ സംവൺ ഓൾ ദാറ്റ് ഈസ് ഹോണ്ടിങ് ഹിം നൗ. അവന് ഇപ്പോൾ വേട്ടയാടുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരാളോട് പറയണം, തുറന്ന് പറയണം എന്നവന് തോന്നുന്നുണ്ട്. ബട്ട് ദർ ഈസ് നോ വൺ ടു ടെൽ. പക്ഷേ അവന് ആരോടും അത് പറയാനില്ല. അവൻ്റെ അടുത്ത് ആരും അവനത് പറയാൻ പറ്റിയ ഒരാളായിട്ട് ഇല്ല. ഫിയോക്ല ഈസ് ടു ലിറ്റിൽ ആൻഡ് കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവൻ്റെ അടുത്ത് ഫിയോക്ല ഉണ്ട്, പക്ഷേ ഫിയോക്ല വളരെ ചെറിയ കുഞ്ഞല്ലേ, അവൾക്കതൊന്നും മനസ്സിലാകില്ല. ഐ വിൽ ടെൽ ടെറൻറ്റി ടുമോറോ തിങ്സ് ദ ബോയ്. ബോയ് വിചാരിക്കുകയാണ്, ഞാനിതെല്ലാം നാളെ ടെറൻറ്റിയോട് പറയാം. ദ ചിൽഡ്രൻ ഫോൾ അസ്ലീപ് തിങ്കിങ് ഓഫ് ദി ഹോംലെസ് കോബ്ലർ ആൻഡ് ഇൻ ദ നൈറ്റ് ദ ടെറൻറ്റി കംസ് ടു ദം. അങ്ങനെ രാത്രിയിൽ അവർ ഉറങ്ങുമ്പോൾ ഈ വീടില്ലാത്ത കോബ്ലർ, ചെരുപ്പ് കുത്തിയെ അവരിങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ ദ ടെറൻറ്റി കംസ് ടു ദം. ഈ ടെറൻറ്റി എന്ന് പറയുന്നത് കോബ്ലറാണല്ലേ. ഈ കോബ്ലർ ടെറൻറ്റി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് പുട്സ് ബ്രെഡ് അണ്ടർ ദെയർ ഹെഡ്സ്. അവർ കിടക്കുന്നതിനടുത്ത് ബ്രെഡ് വെക്കുന്നുണ്ട്, അവർക്ക് കഴിക്കാനുള്ള ഫുഡ് വെക്കുന്നുണ്ട്. ആൻഡ് നോ വൺ സീസ് ഹിസ് ലവ്. ആരും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം കാണുന്നില്ല. ഇറ്റ് ഈസ് സീൻ ഓൺലി ബൈ ദ മൂൺ വിച്ച് ഫ്ലോട്ട്സ് ഇൻ ദ സ്കൈ ആൻഡ് പീപ്സ് സ്കെയർസിംഗ്ലി ത്രൂ ദ ഹോൾസ് ഇൻ ദ വാൾസ് ഓഫ് ദ ഡെസേർട്ടഡ് ബാൻ. അപ്പോൾ അത് കാണുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. ആര്? ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്ന ചന്ദ്രൻ. ധാന്യപ്പുരയുടെ ഭിത്തികളുടെ വിടവിലൂടെയാണ് ഈ ടെറൻറ്റി കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഒരു ഫുഡും അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും ഒക്കെ കാണുന്നതല്ലേ. മറ്റൊരാളും ഇത് കാണുന്നും അറിയുന്നൊന്നുമില്ല.
ആകാശത്ത് കിടക്കുന്ന ഈ ഒരു മൂണ് മാത്രമാണ് ഈ ടെറൻറ്റിയുടെ സ്നേഹം കാണുന്നത്. അപ്പോൾ ഈ കഥ കുറച്ച് ലോങ് ആണ്, പക്ഷേ കഥ മനസ്സിലാക്കിയാൽ സിമ്പിളുമാണ്. അപ്പോൾ ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ടെറൻറ്റി, അതുപോലെ തന്നെ ഫ്യോക്ലയുടെ ബ്രദർ ഡാനിൽക്ക അല്ലേ. അപ്പോൾ ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഈ ടെറൻറ്റിയും അതുപോലെ തന്നെ കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷനാണല്ലേ. അതുപോലെ തന്നെ നേച്ചർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മനുഷ്യരുടെ ജീവിതത്തിൽ നേച്ചർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണല്ലേ. ആ ബോയുടെ കൈ ആ ഒരു ഹോളിൽ കുടുങ്ങിയിട്ടും അവനതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവനെന്താണ് ആ ഒരു കൊടുങ്കാറ്റും മഴയും അതുപോലെ തന്നെ രാത്രിയിൽ വീട്ടിലെത്തിയപ്പോഴും അവൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അവൻ്റെ ആ ഒരു രാവിലെ കണ്ട ആ ഒരു കാര്യങ്ങൾ, ബീസ്, തേനീച്ചകൾ, ഉറുമ്പുകൾ, ആ പക്ഷികൾ, ആ കാട്, അതെല്ലാമാണല്ലോ അവൻ്റെ മനസ്സിൽ. അപ്പോൾ മനുഷ്യനെ എങ്ങനെ പ്രകൃതി സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.